രോഗമില്ലാത്തവർ മാത്രമുള്ള ഒരൊറ്റ വീട് കേരളത്തിലില്ല. ഒരാളിൽ തന്നെ 10ഉം 15ഉം രോഗങ്ങളായി കഴിഞ്ഞു. ആളുകൾ നെട്ടോട്ടത്തിലാണ്. ജാതിയില്ല, മതമില്ല, ഭാഷയില്ല, ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും ആത്മീയത സൗജന്യമായിട്ട് പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ അഭ്യസിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ്. നമസ്കാരം, ഏവർക്കും ജൂലി ജംഗ്ഷൻ മീഡിയയിലേക്ക് സ്വാഗതം. പല വിധത്തിലുള്ള ജീവിതചര്യ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ ഭക്ഷണക്രമം ഇല്ലാത്തതും ശരിയായ വ്യായാമ മുറകൾ പരിശീലിക്കാത്തതുമൊക്കെയാണ് ഇതിന് കാരണം. ഇന്ന് ഏത് ആശുപത്രികളിൽ ചെന്നാലും ഇത്തരം രോഗികളുടെ നീണ്ട ക്യൂ നമുക്കവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കൃത്യമായ വ്യായാമ മുറയ്ക്കും മെഡിറ്റേഷനുമൊക്കെ ഇന്ന് പല സ്ഥാപനങ്ങളും വലിയ ചാർജ് ഈടാക്കുന്നതും ജനങ്ങളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കാരണമാകുന്നു. ഈ അവസരത്തിലാണ് ചിറക്കര ഗ്രാമപഞ്ചായത്തിൽ മുക്കാട്ടുകുന്നിൽ പ്രവർത്തിക്കുന്ന ഹാർട്ട്ഫുൾനെസ് എന്ന സ്ഥാപനം വേറിട്ട് നിൽക്കുന്നത്. ഈ സ്ഥാപനം എന്താണെന്നും ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. എൻ്റെ പേര് ബാലചന്ദ്രൻ. ഇതെൻ്റെ വൈഫ് വിമല. ഞങ്ങൾ പ്രൊഫഷണൽ, ഞങ്ങൾ രണ്ടുപേരും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. 1945 നമ്മുടെ ഉത്തർപ്രദേശിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയാണ് ഹാർട്ട്ഫുൾനെസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ സഹജമാർഗം എന്നാണ് പറയുന്നത്. രാമചന്ദ്ര മിഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആദ്യത്തെ ഗുരുവും രണ്ടാമത്തെ ഗുരുവിൻ്റെയും പേര് രാമചന്ദ്രൻ എന്നാൽ ശ്രീ രാമചന്ദ്ര എന്നായിരുന്നു. രണ്ടാമത്തെ ഗുരു ആദ്യത്തെ ഗുരുവിൻ്റെ സ്മരണാർത്ഥം സ്ഥാപിച്ചതാണ്, 1945 സ്ഥാപിച്ചതാണ് ഹാർട്ട്ഫുൾനെസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ശ്രീ രാമചന്ദ്ര മിഷൻ എന്ന് പറയുന്ന ഈ സ്പിരിച്വൽ ഓർഗനൈസേഷൻ. ഇത് ഒരു ആഗോള പ്രസ്ഥാനമാണ്. ഏതാണ്ട് 160ഓളം രാജ്യങ്ങളിലായിട്ട് 2 കോടി ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആത്മീയ പ്രസ്ഥാനമാണ്. ഇവിടുത്തെ പ്രധാന പ്രവർത്തനമെന്ന് പറയുന്നത് ആളുകൾക്ക് ധ്യാന പരിശീലനം നൽകുക. ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷനും ധ്യാനവും തമ്മിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് മെഡിറ്റേഷൻ. ധ്യാനം എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് കടന്നിട്ട് ചിന്തയില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ചിന്തകൾ മനസ്സും ട്രാൻസെൻഡ് ചെയ്ത് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ധ്യാനമെന്ന് പറയുന്നത്. ഇവിടെ ഇതൊരു വോളണ്ടറി ഓർഗനൈസേഷനാണ്. ജാതിയില്ല, മതമില്ല, ഭാഷയില്ല, ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും ആത്മീയത സൗജന്യമായിട്ട് പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ അഭ്യസിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ സഹജമാർഗം പ്രചരിപ്പിക്കുന്ന ഈ ഹാർട്ട്ഫുൾനെസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇതിൽ ഗൃഹസ്ഥാശ്രമികൾക്കുള്ള ഒരു പ്രസ്ഥാനമാണ്. അല്ലെങ്കിൽ ആധുനിക കാലത്ത് ഈ വേഗതയേറിയ ഈ കാലഘട്ടത്തിൽ ആളുകൾ ജീവിക്കാൻ വേണ്ടി പരക്കം പായുകയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് കാട്ടിൽ പോകാതെ തപസ് ചെയ്യണമെങ്കിൽ എന്തായിരുന്നു? പണ്ട് കാട്ടിൽ പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശ്രമമൊക്കെ സ്ഥാപിച്ച് അവിടെ ഒരു ഗുരുവായിട്ടിരുന്ന് വേണം പണ്ടൊക്കെ തപസ് ചെയ്യാൻ. അന്നേരം അതിനെല്ലാം വിഭിന്നമായിട്ട് നമ്മളുടെ ആധുനിക കാലഘട്ടത്തിൽ, ഈ വേഗതയേറിയ കാലഘട്ടത്തിൽ, ഈ ആധുനിക കാലഘട്ടത്തിലെ ആളുകൾക്ക് ആത്മീയത പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ ഹാർട്ട്ഫുൾനെസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇത് 160ഓളം രാജ്യങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനമുണ്ട്. ഏതാണ്ട് 2 കോടി ആളുകൾ ലോകത്ത് ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഹാർട്ട്ഫുൾനെസ് സെൻ്ററുകൾ അല്ലെങ്കിൽ ആളുകൾക്ക് ഒത്തൊരുമിച്ച് കൂടി ധ്യാനിക്കാനും താമസിക്കാനും ഒക്കെ പറ്റിയ
ആശ്രമങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങൾ യാതൊരു വിധമായിട്ടുള്ള ഫീസും സ്വീകരിക്കുന്നില്ല. ഇവിടെ ജാതിയില്ല, മതമില്ല, പ്രാർത്ഥനയില്ല, പൂജയില്ല, നിർബന്ധിത പിരിവില്ല, ഒരു ഭാവഭേദമില്ല. അത് ഏത് ജാതിയിലുള്ള ആളുകൾക്കും ഏത് വിശ്വാസത്തിലുള്ള ആളുകൾക്കും അവരുടെ വിശ്വാസങ്ങളെ കാത്തുരക്ഷിച്ചുകൊണ്ട് ആത്മീയത പ്രാക്ടീസ് ചെയ്യാനുള്ള, ആത്മീയത പഠിക്കുവാനുള്ള, അല്ലെങ്കിൽ ആത്മീയമായി ജീവിക്കുവാനുള്ള ഒരു സാഹചര്യമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ലോക്കൽ സെൻ്ററാണ് ഈ സെൻറ്റർ എന്ന് പറയും. മുക്കാട്ടുകുന്ന് ചെറിയ പുത്തൻകുളത്ത് മുക്കാട്ടുകുന്നില താവണം പൊയ്കയിലുള്ള ഈ സെൻറ്റർ സൗജന്യമായിട്ട് ആളുകൾക്ക് ആത്മീയത പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ യോഗ ആത്മീയതയോടൊപ്പം അല്ലെങ്കിൽ മെഡിറ്റേഷനോടൊപ്പം ഇവിടെ നിങ്ങൾ ഫ്രീ ആയിട്ട് യോഗയും പ്രചരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ചെയർ യോഗയുണ്ട്, പ്രായപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചെയർ യോഗയുണ്ട്. അല്ലാത്ത സാധാരണ യോഗ പ്രാക്ടീസുകളും നിങ്ങൾ അഭ്യസിക്കുന്നുണ്ട്. ഈ പ്രസ്ഥാനം 24 മണിക്കൂറും തുറന്നു കിടക്കും. ഇവിടെ ഏത് സമയത്ത് വന്ന് ആളുകൾക്ക് എപ്പോഴും ആത്മീയത അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുവാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഇവിടെയുണ്ട് ചെറുക്കര അമ്പലത്തിന് മുമ്പിൽ ഒരു വലിയ സ്ഥാപനമുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, അമേരിക്കയിലായാലും ശരി, ദുബായിലായാലും ശരി, ലണ്ടനിലായാലും ശരി, നമ്മുടെ മലമ്പുഴ ഒരു റിട്രീറ്റ് സെൻ്ററുണ്ട്. ഈ സ്ഥാപനങ്ങളിലെല്ലാം പോയി നമുക്ക് ആത്മീയത അല്ലെങ്കിൽ ഇതിൻ്റെ സെൻറ്ററുകളിൽ പോയി താമസിക്കുവാനും അവിടുത്തെ ആത്മീയ അന്തരീക്ഷം നുകരുവാനും അവിടെ താമസിച്ച് നമുക്ക് ആത്മീയത പരിശീലിപ്പിക്കുവാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സൗകര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. നമസ്കാരം. നമുക്ക് നമ്മുടെ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് 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 ഈശ്വരൻ. സ്നേഹമാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ. സ്നേഹമാണ് കരുണയാണ് ജ്യോതിയാണ് ഈശ്വരൻ. ജ്ഞാനമാണ് ഈശ്വരൻ, ബോധമാണ് ഈശ്വരൻ. ജ്ഞാനമാണ്, ബോധമാണ്, ജ്യോതിയാണ് ഈശ്വരൻ. ഇനി ആ ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ ഒരു പ്രാർത്ഥന എല്ലാവരും കൂടി ചൊല്ലുക, ഉറക്കെ ചൊല്ലുക. കരുണാമയനാം സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും പിന്നിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജയചന്ദ്രൻ. എൻ്റെ ചെറിയ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് 3.5 വർഷക്കാലം ഞാൻ ITCയിൽ ട്രെയിനറായിട്ട് ജോലി നോക്കി. ശേഷം 32 വർഷം UAEയിൽ വർക്ക് ചെയ്തു. ഇപ്പോൾ 5.5 വർഷക്കാലമായിട്ട്
നാട്ടിൽ തന്നെയാണ്. കൂട്ടത്തിൽ ദയാൽ സാറിൻ്റെ കോഴ്സുകളായിട്ടുള്ള ആർട്ട് ഓഫ് ഹാപ്പിനെസ് ചെയ്തു. എൻ്റെ വൈഫ് ബിന്ദു ഓർഗാനിക് ഫാമിങ്ങും ഡിപ്ലോമ ഇൻ ഓർഗാനിക് ഫാമിങ്ങും കഴിഞ്ഞു. ആർട്ട് ഓഫ് ഹാപ്പിനെസ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് അവിടെ നടത്തിയത്. ഇവിടെ വാനപ്രസ്ഥം 31ാമത്തെ ബാച്ചായിട്ട് നമ്മുടെ നേതൃത്വത്തിലാണ് ഈ സെൻറ്ററിൽ ഇപ്പം നടന്നു പോകുന്നത്. ഗോപകുമാർ സാറ് ഇന്ന് ഈ ചടങ്ങിൽ വന്നപ്പം ആദ്യം ഞാൻ സംസാരിച്ചപ്പോൾ അറിയാനായിട്ട് ആഗ്രഹിച്ച കാര്യം തന്നെ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അറിയാനായിട്ട് ആഗ്രഹിച്ച വേറൊന്നുമല്ല, നിങ്ങൾ എന്താണെന്നാണ് ചോദിച്ചത്. ഈ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തിയും എന്താണ്? അപ്പം അത് എനിക്കത് വളരെ മനസ്സിൽ തട്ടി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജനപ്രതിനിധി ആദ്യം അന്വേഷിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. നമ്മളുടെ പ്രശ്നങ്ങൾ, ഓരോ വ്യക്തിക്കുള്ള പ്രശ്നങ്ങൾ കേൾക്കാനോ മനസ്സിലാക്കാനായിട്ടുള്ള സാവകാശവും സമയവും പ്രതിനിധികൾക്ക്, ജനപ്രതിനിധികൾക്ക് ഉണ്ടായിക്കൊള്ളണം നിർബന്ധമില്ല. ഒത്തിരി തിരക്കിൽ കൂടെ കടന്നു പോകുന്നവരാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ദയാൽ സാറിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇപ്പൊ ഇന്നത്തെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ. ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. സാറിന്റെ അന്വേഷണം തുടങ്ങുന്നത് 40 വർഷങ്ങൾക്ക് മുന്നേ, ഈ മേഖലയിലുള്ള അന്വേഷണം. അതിനു മുന്നേ വേറെ പല അന്വേഷണങ്ങൾ സാർ നടത്തിയിട്ടുണ്ട്, ഒരു കയർ വ്യവസായി എന്നുള്ള നിലയിൽ. പക്ഷേ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് പ്രവർത്തന മേഖലയ്ക്ക് ഒരു മാറ്റം വരുത്തിയത് ഏകദേശം 40 വർഷങ്ങൾക്ക് മുന്നേ സ്വന്തം പ്രവൃത്തി മേഖലയിൽ. അത് വളരെ പ്രാധാന്യമാണ്. സ്വന്തം പ്രവൃത്തി മേഖല മെച്ചപ്പെടുത്താനാണ് സാർ അന്വേഷണം തുടങ്ങിയത്. അപ്പൊ അവിടെ നിന്നാണ് സാറിന്റെ തുടക്കം. അതാണ് നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ പാഠം. ആ പ്രവൃത്തി മേഖലയിൽ നേരിട്ട പ്രശ്നങ്ങള്, വ്യവസായത്തിന് നേരിട്ട പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് അറിയാം. കയർ വ്യവസായത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തെങ്ങാണ്. അപ്പൊ തെങ്ങ് നേരിട്ട പ്രശ്നങ്ങൾ പഠിക്കാനായിട്ടാണ് സാറ് തുടക്കമിട്ടത്. ഇപ്പോഴും യാത്ര തുടരുവാണ്, മുന്നോട്ട് പോവുകയാണ്. ഇന്ന് സാർ എത്തിയിരിക്കുന്നത് തെങ്ങിന്റെ പ്രശ്നം പരിഹരിക്കൽ മാത്രമല്ല, ഇന്ന് ലോകത്തില് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ അതിനെ പഠിച്ച് മനസ്സിലാക്കി പൂർണ്ണമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് സാർ ഉയർന്നുണ്ടെങ്കിൽ, അടിസ്ഥാനമായിട്ട് സാർ എടുത്ത ആ 2 കാര്യങ്ങൾ, സ്വന്തം പ്രവൃത്തി മേഖല മെച്ചപ്പെടുത്താനും അതിനെ സ്വയം പഠിച്ച് ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ടുള്ള ശ്രമവും, ഇത് തന്നെയാണ് ഇന്ന് നമ്മൾ നേരിടുന്ന, ഓരോരുത്തരും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാനായിട്ട് തുടക്കത്തിൽ സ്വീകരിക്കേണ്ട വഴി എന്നുള്ളത്. നമുക്ക് 3 നേരം മിനിമം ഭക്ഷണം നമുക്ക് കിട്ടണം അല്ലേ? ഇതുണ്ടാക്കാനായിട്ട് നിരന്തരം കഷ്ടപ്പെടുന്ന കർഷകന് എന്ത് സ്ഥാനമാണെന്ന് സമൂഹത്തിലുള്ളത്? അവർക്ക് ആ സ്ഥാനം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്? അത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോയ സമൂഹം ഇന്നത്തെ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. കർഷകർക്ക് അംഗീകാരം ആവശ്യമുണ്ട്. അവരുടെ നിലനിൽപ്പ് ഉറപ്പാക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കർഷകർ പുറകിലേക്ക് പോകും. കർഷകർ പുറകിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കൃഷി പുറകിലേക്ക് പോകും. കൃഷി പുറകിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണം നമുക്ക് കിട്ടില്ല. നല്ല ഭക്ഷണം കിട്ടണില്ല നമുക്ക്. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ആ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടണം, പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് എത്തണം. പക്ഷെ ഇന്നെന്താ സംഭവിക്കുന്നത്? അധോഗതിയിൽ നിന്ന് അധോഗതിയിലേക്ക് എത്തുവാണ്. അപ്പൊ ഇതെന്താണ്? കൃഷിയിൽ നേരിട്ട പ്രശ്നമാണ്. ആ തിരിച്ചറിവ് സാറിനെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാനായിട്ട് നിർബന്ധിതനാക്കി എന്നുള്ളതാണ്. പ്രശ്നത്തിലെ ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നല്ല അന്നം കിട്ടണം. അതിനുവേണ്ടി കൃഷി നന്നാക്കിയാലേ പറ്റുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ്. അങ്ങനെയാണ് കൃഷി നന്നാക്കാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് സാറ് ഈ അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള തീരുമാനം എടുത്തു. അപ്പൊ ഇതിന്റെ കൂട്ടത്തില് കൃഷി നന്നാക്കുമ്പം ആരോഗ്യം നഷ്ടപ്പെടുന്നുണ്ട്, ആ ആരോഗ്യം തിരിച്ചു പിടിക്കുകയും വേണം. ഈ 2 കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇന്ന് നടക്കുന്ന പോലുള്ള വിവിധ പ്രവർത്തനങ്ങൾ സാറ് നടത്തി. പക്ഷെ അത് പോരാ എന്നുള്ള ഒരു തിരിച്ചറിവ് ഒരു യൂണിവേഴ്സിറ്റി തലത്തിൽ, ഒരു അക്കാഡമിക് തലത്തിൽ കോഴ്സുകൾ സംഘടിപ്പിക്കണം എന്നുള്ള ആ ഒരു തലത്തിലേക്ക്. അങ്ങനെയാണ് 2009 മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ കോഴ്സുകൾ തുടങ്ങാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് സാറെത്തി. പ്രൊപ്പോസൽ കൊടുത്ത സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ, ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് തുടങ്ങുന്ന പറഞ്ഞാൽ എളുപ്പമല്ല. അങ്ങനെ ഏകദേശം 2 വർഷം ശ്രമിച്ചതിന് ശേഷം 2011 കൃഷി പഠിപ്പിക്കാനായിട്ടുള്ള ഒരു കോഴ്സ് സെനറ്റ് അംഗീകരിച്ചു. അങ്ങനെ 2011 ഓർഗാനിക് ഫാമിങ്ങിന്റെ ആദ്യത്തെ കോഴ്സ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഓർഗാനിക് ഫാം. 20 ദിവസത്തെ ക്ലാസ് ആണ്, ഞായറാഴ്ചകളിൽ മാത്രമേ ക്ലാസ് ഉള്ളൂ.
ആ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല എന്നുള്ളതാണ്. വേറെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ലോകത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലും നടപ്പിലാകാത്ത ഒരു നിയമമാണ് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഒരു കോഴ്സ് നടത്തുക എന്നുള്ളത്. മനസ്സ് നന്നാകണം. മനുഷ്യൻ നന്നാകണമെങ്കിൽ മനസ്സ് നന്നാകണം. മനസ്സ് നന്നാകണമെങ്കിൽ അന്നം നന്നാകണം. ഇപ്പം എല്ലാവർക്കും അറിയാം ഇവിടെയുള്ളത്. അന്നം നന്നാകണമെങ്കിൽ കൃഷി നന്നാകണം. കൃഷി നന്നാകണമെങ്കിൽ മണ്ണ് നന്നാകണം. മണ്ണ് നന്നാകണമെങ്കിൽ ജൈവ കൃഷി വേണം. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച ഒരാളായിരുന്നു. ഒരു നിവൃത്തിയില്ല. മനസ്സ് നന്നായില്ലെങ്കിൽ, VS പറയുന്നത് മനസ്സ് നന്നായില്ലെങ്കിൽ ഒരു ചുക്ക് നടക്കുകയില്ല. അങ്ങനെ മനുഷ്യന്റെ മനസ്സ് മാറ്റുന്നതിന് വേണ്ടി മനുഷ്യൻ എന്താണ്, നമ്മുടെ ശാസ്ത്രം പറയുന്നത്, നമ്മൾ ജനിക്കുമ്പം നമ്മൾ മനുഷ്യരിൽ 99% മൃഗത്തിന്റെ സ്വഭാവമുള്ള മനുഷ്യരായിട്ടാണ് ജീവിക്കുന്നത്. അന്നേരം ആ മൃഗമനുഷ്യരെ മനുഷ്യരായിട്ടും ധ്യാനത്തിൽ കൂടി അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ കൂടി അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ കൂടി അവരെ ദൈവിക മനുഷ്യന്മാരായിട്ട് മാറ്റുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന 1945 മുതൽ അതിനുവേണ്ടി നമ്മുടെ ലോകത്ത് മൊത്തം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഒരു വോളണ്ടിയർ ആയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. വളരെ സന്തോഷമുള്ള ഒരു ദിവസം, സമയം ആണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ 40 വർഷം സാമൂഹ്യ നേതൃത്വത്തിൻ്റെ പിന്നാലെ നടന്ന ആളാണ്. പക്ഷെ ഇന്നേ വരെ ഒരു കാര്യവും ഇരുന്നിട്ടില്ല. എന്നാലല്ലേ കേൾക്കണ്ടേ, പറയണത് എന്താണെന്ന് കേൾക്കാൻ ഇരുന്ന് തരണ്ടേ, കേട്ടാലല്ലേ എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ വളരെ സന്തോഷമുണ്ട് ഇവർ 3 പേര് ഇവിടെ ഇരുന്നു എന്നുള്ളത്. ജനപ്രതിനിധികൾ മാത്രമല്ല, ഈശ്വരൻ്റെയും പ്രകൃതിയുടെയും ഈ ഭൂമിയിലെ റെപ്രസെൻറ്റേഷനാണ്, പ്രതിനിധികളാണ്. നമ്മളെല്ലാം ആരുടെ പ്രതിനിധിയാണെന്നാണ് ചൊല്ലണേ? ഈശ്വരൻ്റെ പ്രതിനിധികളാണ്. എല്ലാവരും പ്രതിനിധികളാണ്, പ്രകൃതിയുടെ നിധികളാണ് ഓരോരുത്തരും. ആ നിധികളിലെ നിധികുംഭങ്ങൾ ഉണർത്താനുള്ള വഴി നമുക്കറിയാം. ഉണരണില്ലേ ഓരോരുത്തരിലും. ഞാൻ മനസ്സിലാക്കിയത് ഈ ഭൂമിയിൽ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ഉള്ളിലുള്ള ഈശ്വരനെ ഉണർത്താനുള്ള വഴി ജനങ്ങളെ പഠിപ്പിക്കുക. എല്ലാ മനുഷ്യരിലും ഈശ്വരാംശമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ ഈശ്വരാംശത്തെ ഉണർത്താനുള്ള വഴി അവരെ പഠിപ്പിക്കുകയും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുക. ഇതാണ് നമ്മളുടെ ലക്ഷ്യം. അത് ഈ ബാച്ചിലൂടെ എനിക്ക് പൂർണ്ണമായും ബോധ്യമായി നടപ്പിലാക്കും. രോഗമില്ലാത്തവർ മാത്രമുള്ള ഒരൊറ്റ വീട് കേരളത്തിലില്ല. ഒരാളിൽ തന്നെ 10ഉം 15ഉം രോഗങ്ങളായി കഴിഞ്ഞു. ആളുകൾ നെട്ടോട്ടത്തിലാണ്. നമ്മൾ എയിംസ് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. ഓരോ പഞ്ചായത്തിലും എയിംസ് വന്നാലും ജനം ഈ അവസ്ഥ തന്നെയായിരിക്കും. വേണ്ടത് നല്ല വഴികളുണ്ട്. ഏത് രോഗവും മാറ്റാം എന്നുള്ള സംവിധാനം നമുക്കായി കഴിഞ്ഞു. അതിൽ ഇരിക്കുന്ന ഒരാളാണ് 13 വർഷം മുമ്പ് ലങ് ക്യാൻസർ വന്നിട്ട് ആ ലങ് ക്യാൻസറിനെ നമ്മൾ പറയുന്ന വഴിയിലൂടെ മാറ്റിയ ആൾ ഇവിടെ ജീവനോടെ ഇരിക്കുന്ന കാണാം. 1.5 വർഷമാണ് RCC വിധിച്ചത്. RCC വിധിച്ച 1.5 വർഷം. ഇപ്പോൾ 13 വർഷമായിട്ടുണ്ട്. ഏത് രോഗവും മാറ്റാമെന്നുള്ള സംവിധാനമായി കഴിഞ്ഞു നമുക്ക്. യാതൊരു പ്രശ്നമില്ല. അതെന്താ വഴി? അതിനൊരു വഴി ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെയുള്ള ഹോമിയോ, യുനാനി, സിത്ത പാസ്സായ ഒരുപാട് ഡോക്ടർമാരുണ്ട്. ഈ ഡോക്ടർമാരെ, താല്പര്യമുള്ള ഡോക്ടർമാരെ എടുത്ത് ഇക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രം പഠിച്ചേ പറ്റൂ. അതൊരു സയൻസ് ഓഫ് സൊല്യൂഷനാണ്. നേതൃത്വം പഠിക്കേണ്ട സബ്ജക്റ്റ് അതാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് ലളിതമായ ശാശ്വതമായ പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ ഇക്കോളജി ശാസ്ത്രം പഠിച്ചേ മതിയാവും. ഇത് സാധ്യമാണോ അല്ലേ? ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞത്, സാധ്യമാണോ അല്ലേ? സാധ്യമാണ്. ആര് വിചാരിക്കണം? നമ്മുടെ പ്രതിനിധികളും നമ്മുടെ പ്രതിനിധികളും വിചാരിച്ചാൽ ഇത് സാധ്യമാണ്. സാധാരണ മനുഷ്യർക്ക് ബോധ്യമായി കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകം കീഴടക്കാൻ പോവുകയാണ്.
ആറ്റം ബോംബിനേക്കാളും അപകടകാരിയമായ ഒരു ടെക്നോളജിയാണ്. ടെക്നോളജി നല്ലതാണ്, പക്ഷേ അതിനോട് പാരലായിട്ട് നാച്ചുറൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യണം. അതായത് നമ്മളുടെ കുട്ടികളുടെ കഴിവ് ഡെവലപ്പ് ചെയ്യാൻ, ബുദ്ധി വികസിപ്പിക്കാനുള്ള ഡെവലപ്മെൻറ്റ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഡെവലപ്പ് ചെയ്യുന്നതിനൊപ്പം NI നാച്ചുറൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള വഴി വേണം. അത് നമുക്കുണ്ട്. നിത്യജീവിതത്തിലെ സമസ്ത മേഖലകളെയും നമുക്ക് റീഡിഫൈൻ ചെയ്യാം, അത് ഇംപ്ലിമെൻ്റ് ചെയ്യാം. അപ്പം അത് നമുക്ക് ഭാവി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമാണ്, പുതിയൊരു ഐഡിയയുമായി പരിചയപ്പെടാനുള്ള അവസരം. ശ്രീ ജയചന്ദ്രൻ ഇവിടെ പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും പരവൂർക്കാരായത് കാരണം സാധാരണ മീനാട്ടാണ് താമസിക്കുന്നത്, ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. എന്നെ പഠിപ്പിച്ചത് പരവൂരാണ്. കോട്ടപ്പുറം സ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. 7 വർഷം കൊല്ലം കോളേജ്, B.Ed തിരുവനന്തപുരത്തും. അങ്ങനെയാണ് എൻ്റെ പഠന കാലഘട്ടം പോയത്. ഇവിടെ പറഞ്ഞൊരു കാര്യം, ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ട വികസനമേ നമ്മുടെ രാജ്യത്ത് നടപ്പിലാകും. അത് ഭാരതത്തിൻ്റെ പാരമ്പര്യം അതാണ്. സാറ് അതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. 6-ാം നൂറ്റാണ്ട് വരെ വൈദേശിക ആക്രമണത്തിലേക്ക് നമ്മുടെ രാജ്യം, വൈദേശിക ഭരണത്തിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നതുവരെ ലോകത്തിന് മാതൃകയായിരുന്നു നമ്മുടെ ആധ്യാത്മികത. അവിടെയാണ് ശ്രദ്ധിക്കപ്പെടേണ്ടത്. വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ. നമ്മുടെ പുരാണങ്ങളെയും നമ്മുടെ ഇതിഹാസങ്ങളെയും സംബന്ധിച്ച് ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവരിപ്പോഴും ചിന്തിക്കുന്നത് ഇത് ഒരാൾക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. അത്രമാത്രം വൈവിധ്യമാർന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇന്ന് നമ്മൾ സർവകലാശാലകളെന്ന് പറയുന്നത്, അന്ന് ലോകത്തിന് ഏറ്റവും വലിയ വിദ്യാഭ്യാസ കേന്ദ്രം തക്ഷശിലയും നളന്ദയൊക്കെ ആയിരുന്നു. ഒരു ശിഷ്യ വിദ്യാഭ്യാസ ബന്ധത്തിൽ സാർ ഇവിടെ സൂചിപ്പിച്ച വിദ്യാഭ്യാസത്തിൽ ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടന്നു പോകുന്നില്ല. മൂല്യച്യുതിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഭാരതത്തിൽ സ്വാതന്ത്ര്യാനന്തരം ആദ്യം ഉയർന്നു കേട്ട സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനം ജയ് കിസാൻ ജയ് ജവാൻ എന്നായിരുന്നു. കാർഷിക മേഖലയുടെ പ്രത്യേകത. സ്വാമിനാഥൻ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ ആ ആധ്യാത്മികതയെ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഇപ്പോഴത്തെ നിയമസഭാ സെക്ഷനിൽ ഗവൺമെൻറ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം. ഒരു പ്രശ്നം അതായിരുന്നു, കാർഷിക മേഖലയിലെ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടാം. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഒരു സംസ്ഥാനം നിൽക്കുന്നു, അതെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ വീണ്ടും ഒന്നും കൂടി വരാം. കാര്യം, നല്ല ആഹാരം കിട്ടണം, നല്ല കൃഷിഭൂമി ഉണ്ടാവണം. ഇവിടെ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ ഏറ്റവും മികച്ച കാർഷിക മേഖലയിൽ തെങ്ങുകളുടെ കാര്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ബന്ധപ്പെട്ട കൃഷി വകുപ്പിൻ്റെ ശ്രദ്ധയിൽ ഞാനത് കൊണ്ടുവരാൻ ശ്രമിക്കാം. നടക്കുമെന്നല്ല പറയുന്നത്. വ്യവസ്ഥിതി പെട്ടെന്ന് മാറില്ല. മാറാനുള്ള തുടക്കത്തിലേക്ക് നമുക്ക് പോകാം. കാര്യം ഇവിടെ ചില കീഴ്വഴക്കങ്ങളുണ്ട്. ആ കീഴ്വഴക്കങ്ങൾക്ക് അനുസൃതമായിട്ടേ പോകത്തുള്ളൂ. പക്ഷേ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് വ്യത്യസ്തമായ ചില നിലപാടുകൾ എടുക്കുകയും ആ കീഴ്വഴക്കങ്ങൾക്ക് ചില മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന് ജനങ്ങൾ വലിയ പിന്തുണയും നൽകി. അതേപോലെ നമുക്ക് ചില കാര്യങ്ങളെ സംബന്ധിച്ച് കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, നല്ല ആഹാരം എങ്ങനെ ലഭിക്കാം. നല്ല ആഹാരം ഉണ്ടാവണമെങ്കിൽ നല്ല കൃഷി ഉണ്ടാവണം. നല്ല കൃഷി ഉണ്ടാവണമെങ്കിൽ നല്ല മണ്ണുണ്ടാവണം. നല്ല മണ്ണുണ്ടാകണമെങ്കിൽ നല്ല കർഷകൻ ഉണ്ടാവണം. നല്ല കർഷകൻ ഉണ്ടാവണമെങ്കിൽ നല്ല മനസ്സുണ്ടാവണം. അല്ലേ, മനുഷ്യൻ്റെ അങ്ങനെയാണ് ഇവിടെ ഞാൻ കേട്ട പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്ന കാര്യങ്ങൾ പറയുക. പഴയ തലമുറയിൽപ്പെട്ടവർ അറിയാം, മുമ്പ് ഏറ്റവും നല്ല കാർഷിക മേഖല ഈ പോളച്ചിറ ഏലയായിരുന്നു. ഈ പഞ്ചായത്തിലാണ് കൂടുതലും. തൊട്ടപ്പുറത്ത് വേറെ ഏലകളുണ്ട്. ഞാൻ ഇത്തവണ ബഡ്ജറ്റിൽ കാർഷിക മേഖലയ്ക്ക് പ്രത്യേകം ചില പദ്ധതികൾ വകയിരുത്തിയിട്ടുണ്ട്, നമ്മുടെ ബഡ്ജറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഏറ്റവും ആദ്യം നമ്മുടെ സ്വന്തം സ്ഥലത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ പറഞ്ഞു, മറ്റുള്ളവരിലേക്ക് അത് അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി. അറിയുമ്പോഴല്ലേ, ഞാനിവിടെ വന്നപ്പോഴാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായത്. ഇവിടുന്ന് ഒരു പ്രതിനിധിയെ കൂടി, നിങ്ങളുടെ ആശയം പറയാനായിട്ട് ഒരു പ്രതിനിധിയെ കൂടി വരാമെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ നിയമസഭാ മണ്ഡലത്തിലെ കാർഷിക മേഖലയിലെ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല കർഷകൻ, നല്ല കൃഷി, ജൈവ കൃഷി, നല്ല ആഹാരം, ആ ഒരു സന്ദേശം
കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. വിശദമായി കാര്യങ്ങൾ ഒന്ന് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കേരള നിയമസഭയിൽ ഇത് ഉന്നയിക്കാൻ, ഞാൻ ഒരു നിയമസഭാ അംഗം കേരള നിയമസഭയിൽ ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായും വ്യക്തതയുണ്ടാവണം. നമുക്ക് കൂട്ടായി ചർച്ച നടത്തി ബന്ധപ്പെട്ട ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപ്പിലാക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായ ഒരു സ്വീകരണം നൽകിയ, വളരെ നല്ല ഒരു സൗഹൃദം സ്ഥാപിക്കാൻ കഴിഞ്ഞതിന്, നല്ലൊരു ബന്ധത്തിന് തുടക്കം കുറിച്ച ഈ ദിവസം എന്നും ഓർമ്മിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ജനപ്രതിനിധികൾക്ക് ഇത് നടപ്പിലാക്കാം. 17 വർഷമായി ജൈവ കർഷകർക്ക് അവാർഡ് കൊടുക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ ചിലവില്ല. തരാൻ ആളുണ്ട്, ഇവിടെ തരാൻ ആളുണ്ട്. അവരുമായിട്ട് സഹകരിച്ചാൽ കർഷകർക്ക് വേണ്ടത് എഡ്യൂക്കേഷൻ വേണം, പ്രോത്സാഹനം വേണം. പിന്നെ വേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, പെൻഷൻ സ്കീം നടപ്പിലാക്കണം. അതും നടപ്പിലാക്കാം. അത് ഒരിടത്ത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇത് ഇന്ത്യ മുഴുവൻ നടപ്പിലാകും, ലോകം മുഴുവൻ നടപ്പിലാകും.